ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്നെയോ നിങ്ങളെയോ തൻ്റെ സത്യവചനം ശ്രവിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയില്ല. അതുകൊണ്ട് വചനം കേൾക്കരുത്, ഇന്ന സ്ഥലത്ത് പോയി വചനം കേൾക്കരുത് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുക. കാരണം ദൈവത്തിൻ്റെ സത്യവചനം പ്രഘോഷിക്കുന്നതാണ് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിരിക്കാം. ഇവിടെ ഏറ്റവും വലിയ ഉദാഹരണം യേശുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായ പത്രോസാണ് നമ്മളെ കർത്താവ് കാണിക്കുന്നത്. ആ പത്രോസിനെ പോലും വിളിച്ചത് സാത്താനെ എന്നെ വിട്ടു പോവുക. ഇവിടെ ഇതാ മറ്റൊരു വ്യക്തി ദൈവവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവനെ തടസ്സപ്പെടുത്തുന്നവനെയും വിളിക്കുന്നത് സാത്താൻ്റെ സന്താനമേ. നമുക്ക് യേശുവിൻ്റെ ഉപമകളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ കളകളുടെ ഉപമ പറയുന്നുണ്ട്. അവിടെ എന്നതാ കാണുക? കളകളുടെ ഉപമയിൽ 24-ാമത്തെ വാക്യങ്ങൾ മുതൽ മറ്റൊരു ഉപമ യേശു അവരോട് പറഞ്ഞു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കറന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണിത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞു എന്ന് വരാം. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. ഇതിൻ്റെ വിശദീകരണം കൂടി നമുക്കൊന്ന് വായിക്കാം. അതേ അധ്യായത്തിൽ 36-ാമത്തെ വചനം മുതൽ, ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടായിരിക്കും. ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് വ്യക്തമാക്കിയാണ് രണ്ട് വിധത്തിലുള്ള ആൾക്കാർ. ഒരു കൂട്ടം ആൾക്കാർ ദൈവരാജ്യത്തിൻ്റെ മക്കളെന്ന് വിളിക്കുന്നു, മറ്റേ ഒരു കൂട്ടം ആൾക്കാരെ ദുഷ്ടൻ്റെ സന്തതികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവരാജ്യത്തിൻ്റെ മക്കളുണ്ട്, അതായത് ദൈവത്തിൻ്റെ മക്കളുണ്ട്, പിശാചിൻ്റെ മക്കളുമുണ്ട്. രണ്ടു കൂട്ടരും വിതയ്ക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് യേശു അവിടെ പറഞ്ഞത്. മനുഷ്യ ഹൃദയത്തിലേക്ക് ദൈവവചനമാകുന്ന യഥാർത്ഥ വിത്ത് വിതയ്ക്കുമ്പോൾ പിശാച് തൻ്റെ കയ്യിൽ അടിമകളാക്കി വച്ചിരിക്കുന്ന, എന്നാൽ അങ്ങനെയുള്ള മനുഷ്യർ അറിയുന്നില്ല, അവരെ ഉപയോഗിച്ച് വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയും സത്യത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇത് ആദ്യം മുതലേ ഉള്ളതാണ്. എന്ന് മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടോ അന്ന് പിശാച് തുടങ്ങിയ യുദ്ധമാണിത്. ദൈവവചനവുമായിട്ടുള്ള യുദ്ധം. ആദ്യ മാതാപിതാക്കന്മാരെ തന്നെ ദൈവവചനത്തിൽ നിന്നും പിന്തിരിപ്പിച്ച പിശാച് ഇന്നും മനുഷ്യരിലൂടെ മറ്റു മനുഷ്യരെ ദൈവവചനം ശ്രവിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. കാരണം ഇത് നിങ്ങളുടെ വീട്ടിൽ എത്താതിരിക്കാൻ വേണ്ടി പിശാച്
പരമാവധി പരിശ്രമിക്കും, എല്ലാവിധത്തിലും പരിശ്രമിക്കും. വർഷങ്ങളിലൂടെ എൻ്റെ അനുഭവമാണ്, യഥാർത്ഥമായ സത്യം പറയുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഈ വചനം എത്തിക്കാൻ കർത്താവ് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾ പക്ഷേ പ്രാർത്ഥനയിലൂടെ ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കേൾക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമേ ഇഷ്ടക്കേടുള്ളൂ, അത് മറ്റാർക്കുമല്ല, പിശാചിന്. നിങ്ങൾ വേറെ എന്ത് കേട്ടാലും അവന് പ്രശ്നമില്ല. നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അവന് പ്രശ്നമില്ല. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും അവന് പ്രശ്നമില്ല. എന്നാൽ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെയാണ്. അങ്ങനെ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. അതുകൊണ്ട് ഈ വചനം ഇത് ഒരു മനുഷ്യൻ്റെയും വചനമല്ല. ഇവിടെ നിന്ന് എൻ്റേതായിട്ടുള്ള യാതൊന്നും പറയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഓരോന്നും വചനം നിങ്ങൾക്ക് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക. അത് വായിച്ചു നോക്കുക. ഇത് മുഴുവനും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോസ്തലന്മാരുടെ 13-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇതുപോലെ ദൈവവചനം കേൾക്കാൻ തടസ്സപ്പെടുത്തിയ ആളെ പൗലോസ് യു സൺ ഓഫ് ദ ഡെവിൾ, സാത്താൻ്റെ സന്താനമെന്ന് വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുകയുണ്ടായി. യോഹന്നാൻ്റെ 8-ാം അധ്യായത്തിൽ 44-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തു ഫരിസേയന്മാരോട്, അന്നത്തെ യഹൂദമതത്തിലെ വലിയ നേതാക്കന്മാരോട് മോശയുടെ എല്ലാ കൽപ്പനകളും പാലിച്ച് അവർക്ക് നിയമത്തിനു മുമ്പിൽ കുറ്റമില്ല എന്ന് വിചാരിച്ച ആ മനുഷ്യരെ യേശു വിളിച്ചത് നിങ്ങളുടെ പിതാവ് പിശാചെന്നാണ്. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന മനുഷ്യർ ആദത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെടുക. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ആദം പാപനിമിത്തം ആ ഛായ നഷ്ടപ്പെട്ടു. ഇന്ന് എല്ലാ മനുഷ്യരും ആദത്തിൻ്റെ ഛായയിലാണ്. ആദത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പുത്രൻ എന്ന സ്ഥാനത്തു നിന്നും നഷ്ടപ്പെട്ടു പോയി. അവൻ പിശാചിൻ്റെ അടിമയാണ്, അവൻ പാപത്തിൻ്റെ അടിമയാണ്, അവൻ ലോകത്തിൻ്റെ അടിമയാണ്, അവൻ മനുഷ്യൻ്റെ അടിമയാണ്. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക.